ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഒരു ചെറിയ കഥ പറയാം. വർഷങ്ങൾക്ക് മുൻപ് ഒരു പള്ളിയിൽ വൈദികൻ അനൗൺസ്മെന്റ് നടത്തി. അടുത്ത ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ ഈശോ നേരിട്ട് വരികയാണ്. നിങ്ങളെ എല്ലാവരെയും കാണാൻ, നിങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം ഉണ്ടാവും. ആളുകൾക്ക് ആകാംക്ഷയായി. അവർ പല രീതിയിൽ ഒരുങ്ങി, പല കാര്യങ്ങൾ ചെയ്യാൻ വികാരിച്ചനോട് ചേർന്ന് സഹകരിച്ചു. സന്തോഷം അലതല്ലി. ആ ദിവസം വന്നെത്തി. അവിടെ ഈശോ ആ പള്ളിയിലേക്ക് വരികയും ചെയ്തു. അവർ ആലോചിച്ചു, വലിയ ആഘോഷമായിരിക്കും, വലിയ സന്തോഷമായിരിക്കും എന്നെല്ലാം കരുതിയ അവരോട് ഈശോ പറഞ്ഞു, ഇന്ന് ഈ ദിവസം ഞാൻ ഈ പള്ളിയിൽ അങ്ങ് താമസിക്കുകയാണ്. നിങ്ങളെല്ലാവരും തിരികെ വീട്ടിലേക്ക് പോയിക്കോ. ആളുകൾക്ക് നിരാശയായി. സ്വാഭാവികമായിട്ടും ഈശോയെ കാണാൻ കൊതിച്ച് കാത്തിരുന്ന ആളുകളുടെ ഇടയിലേക്ക് ഈശോ വരികയും, എന്നാൽ അവരോടെല്ലാം വീട്ടിൽ പോയിക്കോ, പള്ളിയിൽ ഞാൻ തനിയെ ഇരുന്നോളാം എന്നൊക്കെ പറയുന്നു. ആളുകൾ അന്താളിച്ചു പോവുക എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലെത്തി. പലർക്കും അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തങ്ങൾക്ക് കിട്ടിയ വരങ്ങൾക്കും ദാനങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് കുറേയധികം പ്രാർത്ഥിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. നേരെ മറിച്ച് ഈശോ പറഞ്ഞു, ഞാൻ ഈ പള്ളിയിൽ ഇന്ന് രാത്രി കൂടെ താമസിക്കും. ആളുകളൊക്കെ പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം ആളുകൾ വരുന്നതിന് മുൻപ് പള്ളി വിട്ട് ഈശോ പോവുകയും ചെയ്തു. ആളുകൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ബിവെയർ, ജാഗ്രതയായിരിക്കുക. ബിവെയർ ഓഫ് ഡോഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ ബിവെയർ എന്നൊരു വാക്ക് മാത്രം അത് പള്ളിക്കകം മുഴുവൻ നോക്കുന്നിടത്തെല്ലാം അവൻ എഴുതി വെച്ചിട്ട് ആളങ്ങ് പോയി. ആളുകൾക്കൊന്നും മനസ്സിലായില്ല. എന്താണ് ഈശോ എന്ന് പറയുന്ന ഇത്രയും മഹാനായ ദൈവമെന്ന് വിശ്വസിക്കുന്ന ആൾ പള്ളിയിൽ വന്നിട്ട് ബിവെയർ എന്ന് എഴുതി വെച്ച് വെറുതെ അങ്ങ് പറഞ്ഞു? ആളുകൾക്ക് ഉൾക്കൊള്ളാനായി സാധിച്ചിട്ടില്ല. അവർ ആശങ്കാകുലരായി. അവർ ഓർത്തു, എന്തിനെക്കുറിച്ചാണ് നമ്മൾ ബിവെയർ ആവുക? എന്തിനെക്കുറിച്ചാണ് നമ്മൾ ജാഗ്രതയുള്ളവരാവുക? പതിയെ പതിയെ അവരുടെ ദിവസങ്ങളിലേക്ക് ആ ജാഗ്രത എന്താണെന്ന് കടന്നു വന്നു. അവർ പതിയെ തങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരെ മനസ്സിലാക്കി തുടങ്ങി. അവരെക്കുറിച്ച് ജാഗ്രതയുള്ളവരായി. പള്ളിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണെന്ന് അവർ ജാഗ്രതയോടെ വീക്ഷിച്ചു. പ്രാർത്ഥന എന്താണെന്ന് അവർക്ക് മനസ്സിലായി. പതിയെ പതിയെ പുറത്തു നടക്കുന്ന സ്വരങ്ങൾ അവരുടെ ചെവികളിലേക്ക് എത്തി. അവർ ജാഗ്രതയോടെ പ്രകൃതിയെ നോക്കി തുടങ്ങി. അവർ ജാഗ്രതയോടെ പരിസ്ഥിതിയെ വീക്ഷിച്ചു തുടങ്ങി. അവർ ചുറ്റുമുള്ളവരെ ജാഗ്രതയോടെ കണ്ടു തുടങ്ങി. എല്ലാവരുടെ മുൻപിലും അവർ മറ്റുള്ളവരെ വളരെ ജാഗ്രതയോടെ, അവരുടെ സ്നേഹത്തോടെ, അവരുടെ കരുതലോടെ നോക്കാനും കാണാനും സൂക്ഷിക്കാനും തുടങ്ങി. അങ്ങനെ ലോകം മുഴുവൻ, ഈ പരിസ്ഥിതി മുഴുവൻ ഒരു ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ട ദിനമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച്, നാം ആയിരിക്കുന്ന ഈ ഭൂമിയിൽ സ്വാർത്ഥത വെടിഞ്ഞ്, ഈ ലോകവും ഈ ഭൂമിയും ഈ പ്രകൃതിയും ഈ പരിസ്ഥിതിയും നമുക്ക് ചുറ്റുമുള്ള എല്ലാം കണ്ണെത്താത്ത കാതെത്താത്ത ദൂരങ്ങളിൽ സൂര്യനേക്കാൾ അനേകം മടങ്ങ്, ബില്യൺ കണക്കിന് മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാനോ കാണാനോ സാധിക്കാത്ത, ഇനിയും മനുഷ്യൻ ചെന്നെത്താനാകാത്ത ഒത്തിരിയേറെ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ഇടയിലാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുക. അതുമുതൽ നമ്മുടെ തൊട്ടടുത്തുള്ള ചെറു കിളികൾ, കൂടുകൾ, പറവകൾ, മൃഗങ്ങൾ, എന്തിന് നാം കാണുന്നതെല്ലാം, പുല്ലും പൂമ്പാറ്റയും പൂച്ചെടിയുമെല്ലാം അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറാൻ നമ്മൾ എത്രമാത്രം ജാഗ്രതയോടെയാണ് നിലകൊള്ളുന്നതെന്ന്, പ്രവർത്തിക്കുന്നതെന്ന് നാം ഓർക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ദിവസമാണ് ലോക പരിസ്ഥിതി ദിനം. എല്ലാവർക്കും ലോകത്തോട് സ്നേഹത്തോടെ വർത്തിക്കാൻ ഒരു ദിനമായി മാറട്ടെ. വർഷം മുഴുവൻ വളരെയേറെ ജാഗ്രതയോടെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ എല്ലാവരും ബിവെയർ ഓഫ് അവർ നേച്ചർ.